പാർട്ടി പ്രവർത്തകരെ, കുറവനങ്ങാട് ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഒരു മഹാനായ വ്യക്തി പ്രതിമയുടെ മുൻപിലാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ ശ്രീ മഹാത്മാഗാന്ധി. എന്തുകൊണ്ടാണ് ഇന്ന് നമ്മള് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നിൽക്കുന്നത്, പുഷ്പാഞ്ജലി അർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ എല്ലാവരും തുല്യ ദുഃഖിതരാണ്. ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ്, ഒരു ജനകീയ മുന്നേറ്റം. എന്തുകൊണ്ടാണ് ഇത് ഉദിച്ചത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യ 70 വർഷം ആയിട്ട് മാറി മാറി ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഭേദപ്പെട്ടില്ല എന്ന് പറയാം, അതായത് അഴിമതി. ഈ അഴിമതിയുടെ എതിരെയായിട്ട് ഒരു ജനകീയ മുന്നേറ്റം നിങ്ങളെയും ഞങ്ങളെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ് മുന്നിൽ വെച്ചത്. ആ സാധാരണ മനുഷ്യന്റെ പേരാണ് ശ്രീ അരവിന്ദ് കേജ്രിവാൾ. ശ്രീ അരവിന്ദ് കേജ്രിവാൾ ഒരു IRS ഓഫീസറായിരുന്നു. അതായത് ഒരു IAS ഓഫീസറിന് തുല്യമായിട്ടാണ് റവന്യൂ ഓഫീസേഴ്സ് ടാക്സിനെ പറ്റി എല്ലാം അറിയുന്ന ഒരു സാധാരണ കേന്ദ്രത്തിലെ ഒരു ഓഫീസർ. ടാക്സ് എങ്ങനെയാണ് വെട്ടിക്കുന്നത് അത് നന്നായിട്ട് മനസ്സിലാക്കി വേണമെങ്കിൽ നല്ലൊരു ജീവിതം, അഴിമതി പൂരിതമായ ഒരു ജീവിതം നയിക്കാമായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ തീരുമാനിച്ചത് ന്യായവും നീതിയുള്ള ഒരു വഴിയാണ്. അതിൽ കൂടിയാണ് അവരും അവരുടെ ഭാര്യയെ സഞ്ചരിച്ചത്, അവരുടെ മക്കളും. എന്നിട്ട് അവർ വഴിയാണ് RTI എന്ന് പറഞ്ഞൊരു ആക്ട് ഭാരതത്തിന്, ഇന്ത്യക്ക് മുന്നിൽ വെച്ചത്. ഇന്ന് നമുക്ക് ഏത് ഓഫീസിലും വന്ന് ചോദിച്ചാൽ അവിടുത്തെ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട്. ഇതെല്ലാം ചെയ്തത് ഒരു മനുഷ്യന്റെ നീതിബോധമായിരുന്നു. പക്ഷേ മഹാത്മാഗാന്ധി അന്യായം കാണിച്ചപ്പോൾ ഒരു തീരുമാനം ജീവിതത്തിൽ എടുത്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഈ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് കിട്ടണം. അതിനുവേണ്ടി ഒരു പോരാട്ടം, ഒരു നീണ്ട പോരാട്ടമായിരുന്നു. ഈ നീണ്ട പോരാട്ടത്തിൽ ജനങ്ങൾ കൂടി, സ്ത്രീകൾ കൂടി. കാരണം ആ ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. ഈ നാടിനെ രക്ഷിക്കണം, സ്വാതന്ത്ര്യം നമ്മുടെ അവകാശമാണ്. ഈ ജനാധിപത്യം ഇന്ത്യ ഉദിച്ചത് ഈ ഒരു മഹാനായ വ്യക്തിയുടെ, അവരുടെ കൂടെ ചേർന്ന ഒരുപാട് മഹാനായ ഇന്ത്യക്കാരുടെ പ്രതിഫലമാണ് ഇന്ന് നമ്മള് സന്തോഷത്തോടെയും സുഖത്തോടെയും മറ്റ് രാജ്യങ്ങളില് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ രാജ്യത്തിൽ ഇല്ലാത്തത്. ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു മഹാനായ ഒരു പോരാട്ടത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ദാനം കിട്ടിയത്. പക്ഷേ ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ശ്രീ നരേന്ദ്രമോദിയുടെ BJP ഭരണം 2014 മാറ്റം വേണമായിരുന്നു. നാടിന് പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നം എല്ലാം ഉന്നയിക്കുന്നതും
ഈ പ്രശ്നത്തിന് പരിഹാരങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ BJPക്ക് ഭൂരിപക്ഷം വോട്ട് ചെയ്തു. 10 വർഷമായിട്ട് അവർ ഭരിച്ചു. പക്ഷേ ഈ 10 വർഷത്തിൽ നമ്മൾ കാണുന്നത് പല തീരുമാനങ്ങൾ എടുത്തു. നല്ല ഉദ്ദേശത്തോടെ ആണെന്ന് വിചാരിച്ച് ഈ തീരുമാനങ്ങൾ ഞങ്ങളും സ്വീകരിച്ചു, സഹകരിച്ചു. പക്ഷെ ഇന്ന് കാണുന്നത് ഈ ഉദ്ദേശം, ഈ നല്ല തീരുമാനങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? കേജ്രിവാൾ സാർ പറയുന്ന പോലെ ഉദ്ദേശമുണ്ടെങ്കിലും ഉദ്ദേശശുദ്ധി വേണം. ഉദ്ദേശശുദ്ധി ഇല്ലാത്ത മാറ്റങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. 1-2 ഞാൻ ഉദാഹരണങ്ങൾ പറയാം. ഒരു സാധാരണ ജനമാണെങ്കിൽ നമുക്ക് വേണ്ടിയത്, നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്, ജീവിതത്തിൽ വിലപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണെങ്കിൽ നിങ്ങൾക്ക് പെട്രോളിന്റെ വിലയാണ്. ഒരു വീട്ടമ്മയാണെങ്കിൽ അരിയുടെ വിലയാണ്. ഒരു ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരി അല്ലെങ്കിൽ ജോലിക്കാരിയാണെങ്കിൽ ബസ്സിന്റെ കൂലിയാണ് നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത്. അതേപോലെ നമുക്കറിയാം, ഈ എല്ലാ കാര്യത്തിലും, ഓരോ കാര്യവും നമ്മൾ നോക്കിയാൽ മോദിജി പറഞ്ഞ ഗ്യാരണ്ടി, മോദിജിക്ക് ഗ്യാരണ്ടിയില് നമ്മൾ കാണുന്നത് എന്താണ്? ബസ്സിന്റെ കൂലി വർദ്ധിച്ചോ? പെട്രോളിന്റെ വില വർദ്ധിച്ചിട്ടുണ്ടോ? അതേപോലെ നമുക്ക് അരിയുടെ വില ഇന്ന് ഇരട്ടിയായിരിക്കുന്നു. വിലക്കയറ്റം ഏറ്റവും കൂടുതലായിട്ടിരിക്കുന്ന ഈ 10 വർഷത്തിലാണ് നമ്മൾ കാണുന്നത്. കൂടാതെ ഇവിടെ എന്റെ മുൻപിൽ പറഞ്ഞ സാറ് പലതരത്തിലുള്ള നിയമങ്ങൾ വരുത്തി ജനാധിപത്യത്തിനെ, അതായത് ജനങ്ങളെ അടക്കി ഭരിക്കാനുള്ള പദ്ധതികളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞ BJPയുടെ നേതാവ് ഇന്ന് കാണുന്നത് എന്താണ്? ഏതെങ്കിലും സ്ത്രീയെ സംരക്ഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നമ്മുടെ ഡൽഹി കണ്ടത് ബ്രിജ് ഭൂഷണിന്റെ എതിരെ സാക്ഷ്യം കൊടുത്തത്, ആ നമ്മുടെ ഒളിമ്പിക് റെസ്ലേഴ്സിന്റെ കണ്ണുനീർ ഒപ്പാനായിട്ട് ഈ ശ്രീ നരേന്ദ്രമോദി നിന്നിട്ടുണ്ടോ? മണിപ്പൂർ കണ്ടത് കത്തിച്ചപ്പോൾ ശ്രീ നരേന്ദ്രമോദിജി എന്താണ് ചെയ്തത്? തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? സ്ത്രീ സംരക്ഷണം, മോദിജിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നു ഇന്ന്? ശ്രീ അരവിന്ദ് കേജ്രിവാൾ ഇന്ന് നമുക്ക് കാണിച്ചിരിക്കുന്നത് നികുതി പണം എന്തിനു വേണ്ടിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കുന്നത്? ഇത് കാണിച്ചിട്ടുള്ളത് ഡൽഹിയിലും പഞ്ചാബിലും ജയിപ്പിച്ച പഞ്ചാബിലാണ്. നികുതി പണം നമ്മൾ എല്ലാവരും കൊടുക്കുന്നു, GST ആയിട്ട് കൊടുക്കുന്നു. നമ്മൾക്ക് ഒരു ജോലിക്കാരാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പണത്തിന്റെ ഒരു ചെറിയ ശതമാനം നികുതി പണം തന്നെയാണ്. ഈ നികുതി പണം ഇന്ന് വരെ നമ്മൾ ചോദിച്ചിട്ടില്ല. ഈ നികുതി പണം നമ്മള് ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് എന്താണ് തിരിച്ചു കിട്ടേണ്ടത്? എന്താണ് തിരിച്ചു കിട്ടിയത്? അതാണ് അരവിന്ദ് കേജ്രിവാൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിലും പഞ്ചാബിൽ കാണിച്ചിരിക്കുന്നത്. ജനക്ഷേമ രാഷ്ട്രീയം ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും പുതുമയുള്ളതാണ്. കാരണം നമ്മൾ രാഷ്ട്രീയം അഴിമതിയും ചതിയും കൊലയും ആയിട്ടാണ് നമ്മൾ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ജനങ്ങളെ, പ്രിയ കൊലയാളിലെ നല്ല നാട്ടുകാരെ, നിങ്ങൾക്കൊരു നല്ല അവസരമാണ്. ഒന്നുകൂടെ ചിന്തിക്കൂ. ജനാധിപത്യം വേണോ? ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ PMLA പോലെയുള്ള ആക്ട്, ഡ്രക്കോണിയനായിട്ട് ഭീകരമായിട്ടുള്ള ആക്ട്, ഇത് ഭീകരക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, ആ ഒരു ആക്ട്
സാധാരണ നല്ല ജനങ്ങളും നല്ല നേതാക്കൾക്ക് പിടിച്ച് ജയിലിൽ അടയ്ക്കാനുള്ളതല്ല. അതിന്റെ ആ പോരാട്ടമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ത്യയെ വിഭജിച്ച് ഭരിക്കാനായിട്ട് നമ്മുടെ BJP നോക്കേണ്ട. ഇന്ത്യ ഇന്ന് ഒരു മുന്നണിയായി നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം, ഒന്നിച്ച് ഒരു തീരുമാനം എടുക്കണം, ജനാധിപത്യം നിലനിർത്തണം. എന്റെ കൂടെ എന്റെ പ്രവർത്തകർ ഒന്നുകൂടെ വിളിക്കുക. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, വന്ദേ വന്ദേ. നന്ദി, നമസ്കാരം.